അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതം ഒരു അത്ഭുതം തന്നെയാണ്. മഹാന്മാർ ചരിത്രം പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് കാണാം. ലം യകുൻ ലഹു വഖ്തുൻ യനാമു ഫീഹി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഉറങ്ങാൻ എന്ന് പറയാൻ പറ്റിയ ഒരു സമയം ഉണ്ടായിരുന്നില്ല. ഇന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്, റെസ്റ്റ് ചെയ്യുകയാണ്, വിശ്രമിക്കുകയാണ് എന്ന് പറയാൻ തക്ക ഒരു സമയം ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നിരിക്കലോ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഇബാദത്തിലായിരിക്കും ബഹുമാനപ്പെട്ടവരുടെ ജീവിതം, അല്ലെങ്കിൽ മനുഷ്യന്മാരുമായിട്ട് ഖലീഫയാണല്ലോ, അള്ളാഹു ചോദിക്കുമോ എന്ന പേടിയിലാണ് ബഹുമാനപ്പെട്ടവർ ആ കാര്യങ്ങളുമായിട്ടായിരിക്കും ബഹുമാനപ്പെട്ടവർ ജീവിക്കുക. അങ്ങനെ എല്ലാ സമയത്തും ബഹുമാനപ്പെട്ടവർ ഉണർന്നിരിക്കും, പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് റെസ്റ്റ് ചെയ്യാനോ വിശ്രമിക്കാനോ പോയി കുറച്ച് കിടന്നുറങ്ങാനോ എന്ന് പറയാൻ അവിടുത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം നീക്കി വച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിക്കുമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എവിടെയെങ്കിലും ഇരുന്നാൽ അവിടുന്ന് ഉറങ്ങിപ്പോകും, തൂങ്ങി ഉറങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ രാത്രിയും പകലുമായിട്ട് കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി നീക്കി വെച്ചുകൂടെ എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു മറുപടിയാണ്. ബഹുമാനപ്പെട്ടവർ പറയണം, ഞാൻ പകൽ സമയത്ത് ഒന്ന് വിശ്രമിക്കണം അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങണം എന്ന് എൻ്റെ ശരീരം തോന്നുമ്പോഴേക്ക്, ഞാനങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പേടി, ഞാനൊരു ഖലീഫയാണല്ലോ, ഞാൻ മുഅ്മിനീങ്ങളെ ഭരണം ഏറ്റെടുത്ത ഖലീഫയാണല്ലോ, ഞാൻ ഇപ്പോൾ പോയി റെസ്റ്റ് ചെയ്യുന്നത്, വിശ്രമിക്കുന്നത്, ഒന്ന് പോയി കിടന്നുറങ്ങുന്നത് അത് ശരിയല്ലല്ലോ. ആ സമയം കൂടി ഞാൻ എൻ്റെ പ്രജകൾക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവനാണല്ലോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ വിശ്രമിച്ചാൽ, ഇവിടെ കിടന്നുറങ്ങിയാൽ ആ സമയത്തിനെ കുറിച്ച് റബ്ബ് എന്നോട് ചോദിക്കൂലേ എന്നുള്ള ആ ഭയം, ആ ബാധ്യത എന്നെ ഭയപ്പെടുത്തുകയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയണം. അതേ സമയത്ത് രാത്രി സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് പേടിയാകുന്നത്, പകലേതായാലും ഇബാദത്ത് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടിയിട്ടില്ലല്ലോ, ആൾക്കാരുമായിട്ട് ഇടപെടുകയാണല്ലോ. അപ്പോൾ രാത്രി സമയമെന്നുള്ളത് അത് അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കേണ്ടതാണല്ലോ. രാത്രി സമയത്ത് ഇബാദത്ത് ചെയ്യാനുള്ളതാണല്ലോ, ഖുർആൻ ഓതാനുള്ളതാണല്ലോ, ദിക്ർ ചൊല്ലാനുള്ളതാണല്ലോ, സ്വലാത്ത് ചൊല്ലാനുള്ളതാണല്ലോ, സുന്നത്ത് നിസ്കരിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ വിശ്രമിച്ചാൽ, കിടന്നുറങ്ങിയാൽ അള്ളാഹുമായിട്ടുള്ള ഇബാദത്തിന് സമയം കുറഞ്ഞു പോകുമല്ലോ. അതും എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കൂലേ, നീ ഖലീഫയായതിനു ശേഷം നിൻ്റെ ഇബാദത്തുകളിലൊക്കെ കുറഞ്ഞു പോയല്ലോ എന്നുള്ള ചോദ്യം റബ്ബ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് എന്നുള്ള ഭയമാണ് രാത്രി എന്നെ പിടികൂടുക. അപ്പോൾ പകൽ സമയത്ത് ഇങ്ങനെയുള്ള ഭയം, രാത്രി സമയത്ത് അങ്ങനെയുള്ള ഭയം. അതുകൊണ്ട് എനിക്കൊന്ന് വിശ്രമിക്കണമെന്നോ എനിക്കൊന്ന് കിടന്നുറങ്ങണമെന്നോ എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നില്ല. തോന്നിയാൽ തന്നെ അപ്പം തന്നെ ഈ ഭയം എനിക്ക് പേടിയാവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവർ ഇത്ര വലിയ ഖലീഫയായിട്ടും അവർക്കൊക്കെ ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്നുള്ള സന്തോഷ വാർത്ത ഈ ദുനിയാവിൽ തന്നെ, ഈ ജീവിതത്തിൽ തന്നെ അവർക്ക് നബി തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവർ പേടിക്കുകയാണ്, അവർ ഭയക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ഭയം അവരെ ഈ നിലക്ക് ജീവിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഇങ്ങനൊരു ജീവിതം ഒരിക്കലും നമ്മളെ കൊണ്ട് സാധ്യമല്ലെങ്കിലും നമ്മളും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. നമ്മളോടും റബ്ബ്
ചോദ്യം ചോദിക്കും. ഈ ഭയം നമ്മൾക്കുണ്ടാകണം. ഒരു ചെറിയ ഭയമെങ്കിലും ഉണ്ടെങ്കിലും നാം ചെറുതായിട്ടെങ്കിലും നന്നാകും, ഇബാദത്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് തിരിഞ്ഞുള്ളൊരു ജീവിതമുണ്ടാകും. അങ്ങനൊരു ജീവിതം ഉണ്ടാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.